മിർബാത്ത് എന്ന് പറയുന്ന പ്രദേശം, സാഹിബുൽ മിർബാത്ത് എന്ന മഹാൻ, അവരെ മഖബറയാണ് ഈ കുബ്ബക്ക് താഴെ കാണുന്നത്. അൽഹംദുലില്ലാഹ്, ഇവിടെ ആയിരക്കണക്കിന് മഖബറ. മാഷാ അല്ലാഹ്. ഒരു കാലത്ത് നല്ല ജനങ്ങൾ താമസിച്ചിരുന്ന ഒരു ഏരിയ ആയിരുന്നു. പിന്നെ യമനിൽ നിന്ന് മഹാനായ മുഹമ്മദ് ബിൻ അലി അൽ ബാഅലവി എന്ന് പറയുന്ന വലിയ മഹാൻ, വലിയ ആലിമാണ്, വലിയ ആരിഫാണ്, വലിയ സമ്പന്നനാണ്, ഇവിടെ വന്ന് താമസമാക്കി. ഇവിടെ 800 ചില്ലാനം വർഷം 545 മഹാനവറുകൾ വഫാത്താവുന്നത്. മഹാനവറുകളെ ഇബാദത്തിലിരുന്ന മലയാണ് എന്നാണ് കാണുന്നത്. ജബൽ ഷരീഫ് എന്നും ജബൽ അലി എന്ന പേരിലുമാണ് ഇന്ന് ഈ കുന്ന്, ഈ മല അറിയപ്പെടുന്നത്. ഇതിൻ്റെ മറുഭാഗത്തായി സമുദ്രമാണ്, അറബിക്കടലാണ്. അൽഹംദുലില്ലാഹ്, ഇന്നിവിടെ താമസിക്കുന്നില്ല, വീടുകളില്ല. മഹാനായ സാഹിബുൽ മിർബാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് അലി ബിൻ ബാഅലവി എന്നവരിവിടെ മറവ് ചെയ്യപ്പെട്ടപ്പോൾ ആളുകളെല്ലാം ഇവിടുന്ന് മാറിക്കൊടുത്തു. പിന്നീട് മഹാനുഭാവനുമായി സ്വഹബത്ത് വെക്കാൻ ഇവിടെ തന്നെയാണ് ഈ പരിസരത്തുള്ള ആളുകളെ കൊണ്ടുവന്ന് മറവ് ചെയ്യുന്നത്. ഇതിലൊരുപാട് ഔലിയാക്കളുണ്ട്. ഈ കാണുന്ന മഖബറ മഹാനുഭാവനെ വിട്ടുപിരിയാതെ ഈ മിർബാത്തിൽ തന്നെ വർഷങ്ങളോളം ജീവിച്ച വലിയൊരു മഹാനാണെന്ന് അൽഹംദുലില്ലാഹ് പറയപ്പെടുന്നു. അതുപോലെ മഹാനുഭാവന്റെ ശിഷ്യങ്ങളും ആയിരക്കണക്കിന് മഖബറകളാണ് ഈ മഖബറത്തുൽ മിർബാത്ത് എന്ന് പറയുന്ന പ്രദേശത്തുള്ളത്. ഏറ്റവും രാജാവായിട്ടുള്ള നമ്മുടെ അബ്ദുല്ലാഹ് അൽ ഹദ്ദാദ് റളിയല്ലാഹുവിൻ്റെ പിതാമഹന്മാർപ്പെട്ട ഷെയ്ഖ് മുഖദ്ദം തങ്ങൾ, അവരെ വല്ലിപ്പയാണ് ഈ സാഹിബുൽ മിർബാത്ത് എന്ന് പറയുന്ന മുഹമ്മദ് അലി ബിൻ മിർബാത്ത് എന്നിവരുടെ മക്ക സ്വദേശവാസികളെ മഹാനവറുകളെ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. മഹാനവറുകളുടെ പരമ്പരകൾ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഉപ്പാപ്പന്മാരുടെ പരമ്പരയാണ് ഇവിടെ എഴുതി വച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഒരുപാട് ആളുകൾ വന്ന് സിയാറത്ത് ചെയ്യുന്ന സലാലയിലെ ഒരു മഖബറയാണ്. തലക്ക് ഭാഗത്തുള്ള മീസാൻ കല്ലിന് മുകളിൽ ഒരു ഹോൾസ് കാണാം. അറബികളൊക്കെ വന്ന് നല്ല ഊത് അവിടെ പുരട്ടാറുണ്ട്. ബർക്കത്തിന് വേണ്ടി ആളുകൾ അവിടുന്ന് ഊത് കൈവശപ്പെടുത്താറുമുണ്ട്. അൽഹംദുലില്ലാഹ്, നല്ല സുഗന്ധമായി എപ്പോഴും ഖബർ ഷരീഫ് സുഗന്ധപൂരിതമായ ഒരു മഖബറയാണ്. അൽഹംദുലില്ലാഹ്, മഹാനുഭാവൻ്റെ പരിസരത്ത് ഉള്ള ഖബറിൽ നിന്ന്, ഈ മരച്ചുവട്ടിലുള്ള ഖബറിൽ നിന്ന് ഇടയ്ക്കിടെ ഖുർആൻ പാരായണം കേൾക്കുന്നതായി ഇവിടെ നിന്നുള്ള അനുഭവസ്ഥർ പറയുന്നു. പല സമയത്തും ഖുർആൻ പാരായണം കേൾക്കാറുണ്ട്. അല്ലാഹ്, ജബലാണ് കാണുന്നത്. ആയിരക്കണക്കിന് മഖബറകളാണ്. അസ്സലാമു അലൈക്കും ഇൻഷാ അല്ലാഹ് ബികും ലാഹിഖൂൻ. അസ്സലാമു അലൈക്കും. വരുന്ന വലിയൊരു മതിൽക്കെട്ടിന് ആണ് ചുറ്റുഭാഗത്തുമുള്ളത്. ആ മതിൽക്കെട്ടിൻ്റെ പുറത്ത് വെച്ച് എന്തൊരു ഉദ്ദേശം വെച്ച് ഇവിടേക്ക് മഖബറയിലേക്ക് കയറി വന്നാലും അത് ഹാസിലാകും, അത് സാധ്യമാകുമെന്ന് ഇവിടുത്തെ ആളുകളുടെ ഒരു വിശ്വാസമാണ്. വലിയ വലിയ മീസാൻ കല്ലുകളുള്ള, നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള, ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള മഹത്വങ്ങളൊക്കെയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. വെള്ളിയാഴ്ചയും ഒവ്വൊരു വക്ത സുബഹി നിസ്കാരം കഴിഞ്ഞാൽ 7:30 നല്ല അറബികളുടെ മൗലിദ്, വർഷങ്ങളായി നടന്നു വരുന്ന മൗലിദ് സദസ്സുകൾ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് നാളെ അതിൽ പങ്കെടുക്കണമെന്ന് സലാലയിൽ നിന്ന് ഏകദേശം ഒരു 50 മിനിറ്റ് യാത്ര ചെയ്താലാണ് ഇവിടെ എത്തിപ്പെടാൻ കഴിയുക.
മഹാനവറുകളുടെ ചുറ്റുഭാഗത്ത് വലിയ മല പോലത്തെ ഔലിയാക്കളും സൂഫിയാക്കളും